എൻ്റെയും ഈ പാനലിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും നികുതി പണത്തിൽ നിന്ന് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സന്നാഹങ്ങളും സൗകര്യവും പറ്റുന്ന ഒരു മന്ത്രി, ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് പ്രസംഗിക്കുകയാണ്. ഉന്നത കുലജാതരാണ് ആദിവാസികളെയും ദളിതരെയും ഭരിക്കാൻ മിടുക്കരെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്ന് ഞാൻ കൃത്യമായിട്ടുള്ള ബോധ്യത്തോടെ പറയുന്നത്. കാരണം എപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞാലും BJP-ക്കാരും അദ്ദേഹം തന്നെയും പറയുന്നത് ഞാൻ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ആളാണെന്നാണ്. അങ്ങനെ സുരേഷ് ഗോപി ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലിരിപ്പ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി വല്ലാതെ അങ്ങ് വിഷമിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം പെട്രോളിയം നാച്ചുറൽ ഗ്യാസിൻ്റെ സഹമന്ത്രിയാണല്ലോ. ഈ പെട്രോളിയം വകുപ്പിലെ സഹമന്ത്രിയായിട്ടിരിക്കുന്ന അദ്ദേഹം ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ഇത്രത്തോളം വിലക്കയറ്റത്തിൽ പൊറുതി മുട്ടുമ്പോൾ അതിൻ്റെ പ്രധാന കാരണമായിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വലിയ നികുതിയും ഒടക്കത്തെ വിലയുമാണ് അല്ലേ? അപ്പൊ അതൊന്ന് നിയന്ത്രിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചോ? ഈ ഉന്നത കുലജാതനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന അദ്ദേഹം പോലും ഈ ആദിവാസികളെ മാത്രം ഉദ്ധരിക്കാതെ പാവപ്പെട്ടവരായിട്ടുള്ള നമ്മളെ എല്ലാവരെയും, സാധാരണക്കാരായ മുഴുവൻ ആളുകളെ ഉദ്ധരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് അത് ചെയ്തോ? ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഒന്ന് മുരളാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചോ? സാധിച്ചില്ല. അപ്പൊ ഇത് ആത്മാർത്ഥമല്ല. ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന BJP വിളിച്ചു കൂട്ടിയിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒന്ന് ആളാകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി അതിനപ്പുറത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഉന്നത കുലജാതർ എന്നുള്ള ബോധ്യം എവിടെ നിന്നാണ് വരുന്നത്? അത് RSSന്റെ സംഘപരിവാറിന്റെ പ്രാരംഭകാലം തൊട്ട് ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിനപ്പുറത്ത് ഈ ഉന്നത കുലജാതരുടെ ആ ബ്ലഡിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് 2ാം ലോക മഹായുദ്ധം വരെ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ഹിറ്റ്ലർ, മുസോളിനിയെ പോലുള്ള ആളുകൾ. ഹിറ്റ്ലർ എന്തിനാ മറ്റു മനുഷ്യരെ കൊന്നു കളഞ്ഞത്? ആര്യ ബ്ലഡിന് വേണ്ടിയിട്ടാണ്, പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? ആ സമാനമായ കാര്യമാണ് കേരളത്തിലും ഈ രാജ്യത്തും നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു അപ്പസ്തോലനെ പോലെയാണ് ഈ സുരേഷ് ഗോപി സംസാരിക്കുന്നത്. ഞാൻ അതിനപ്പുറത്തേക്ക് കിടക്കുന്നതിന് മുമ്പേ സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള ബ്രാഹ്മണിക് ചാതുർവർണ്ണ്യത്തിന്റെ അഹംബോധമാണ് ഇങ്ങനെ സംസാരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ജയ്ക്ക് സൂചിപ്പിച്ചു, അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് പൂണിലിടുന്ന ബ്രാഹ്മണനാകണം എന്നാണ് അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്ന്. അടുത്ത ജന്മത്തിലല്ല, ഇപ്പോഴേ അദ്ദേഹം അതാണ് ചെയ്യുന്നത്. അടിമവേലയാണ് അദ്ദേഹം ചെയ്യുന്നത്. ബ്രാഹ്മണിക് ചാതുർവർണ്ണ്യത്തിന് വേണ്ടിയിട്ട് അടിമവേല ചെയ്യുന്ന സോക്കോൾഡ് ഉന്നത കുലജാതനാണ് അദ്ദേഹം. അതിലൊരു സംശയവും വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന്. തോന്നിവാസം മുഴുവൻ പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ലംഘനപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയതിനു ശേഷം നാട്ടുകാർ മുഴുവൻ പ്രതിഷേധിക്കുമ്പോൾ ഞാനത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ പിൻവലിക്കാൻ പറ്റില്ല. പണ്ട് സിനിമയിൽ അഭിനയിച്ച സിനിമാ നടൻ സുരേഷ് ഗോപി അല്ല അദ്ദേഹം. ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന, സർവ്വസന്നാഹങ്ങളും കൈക്കൊള്ളുന്ന അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പറഞ്ഞത് മാപ്പ് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല. അതുമല്ലെങ്കിൽ ഈ മാപ്പ് പറയുന്നത് സംഘപരിവാറുകാരുടെ സംഘികളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ബ്രിട്ടീഷുകാരന് മാപ്പ് എഴുതി കൊടുക്കുന്നതും ഷൂ നക്കുന്നതും തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ 2025 വരെ ഇവരുടെ പരിപാടി ഇതാണ്. പക്ഷെ ഇവരുടെ മനസ്സിലിരിപ്പ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വെറും സുരേഷ് ഗോപിയുടെ മനസ്സിലിരിപ്പ് അദ്ദേഹം പറഞ്ഞോട്ടെ, പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടും. പക്ഷേ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അത് പറഞ്ഞാൽ അത് മാപ്പ് പറയുന്നതിൽ മാത്രം തീരില്ല. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ രാജിവെക്കണം. ഇതേ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ രാജ്യത്ത് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമുവിനെ മാറ്റി നിർത്തിയത്? അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു ഈ മാറ്റി നിർത്തലിന്റെ കാരണം ചാതുർവർണ്ണ്യത്തിൽ അടിസ്ഥിതമായിട്ടുള്ള BJP-യുടെ അഹംബോധത്തിന്റെ തുടർന്നാണെന്ന്. അന്ന് ഇവരതൊക്കെ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോഴും പറയുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഇവിടെ ആദിവാസികളെ ഭരിക്കാൻ, ദളിതരെ ഭരിക്കാനായിട്ട് ഉന്നത കുലജാതരാണ് യോഗ്യനെന്ന് ഇദ്ദേഹത്തിന് എങ്ങനെയാ തോന്നിയത്? ഈ ബ്രാഹ്മണിക് ആളുകളായിട്ട് ഉള്ളവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഈ സോക്കോൾഡ് ഉന്നത കുലജാതർ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ആദിവാസികളുടെ, ദളിതരുടെ സാമൂഹ്യാവസ്ഥ, അവരുടെ ജീവിത നിലവാരം എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് കഴിഞ്ഞത്? അതൊക്കെ അദ്ദേഹം മനസ്സിലാക്കണ്ടേ? അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ കൂടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രിയെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് അത് BJP-ക്കാർ തീരുമാനിക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് നമുക്ക് പറയാം, ഈ നാവ് പുറത്തെടുത്താൽ BJP-യുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാരൊക്കെ ഏത് സമയത്തും വാ തുറന്നാലോ നാവ് പുറത്തിട്ടാലോ അത്രമാത്രം ഈ വിഷം ചീറ്റുന്ന, ചാതുർവർണ്ണ്യത്തിന്റെ ആയാലും വർഗീയതയുടെ ആയാലും വിഷം ചീറ്റുന്ന വിഷപ്പാമ്പുകൾക്ക് തുല്യമാണ് ഇവരുടെ നിലപാടുകൾ. ഇവർ പിന്നീട് മാപ്പ് പറയുമ്പോൾ നമ്മൾ അതൊക്കെ വിശ്വസിക്കും. സുരേഷ് ഗോപി MP ആകുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ കേരളത്തോട് പറഞ്ഞിരുന്നു അല്ലേ? റബ്ബറിന് വില കൂട്ടും, 300 രൂപയെങ്കിലും ഉറപ്പ് കൊടുക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. കരുവന്നൂരിലെ കള്ളപ്പണക്കാരെ, കൊള്ളയടിച്ചവരെ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞു. എത്ര കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മകളെയും പിടിച്ച് ജയിലിടുന്നു പറഞ്ഞു. ഞങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മകളെയും അദ്ദേഹം ഈ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ തട്ടിപ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ കാര്യം കൂടി അദ്ദേഹത്തിന് ഇതെന്താണെന്ന് മനസ്സിലായത്. ഒറ്റ കാര്യം കൂടി മാധു, ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ മതി. ഇവർക്ക് ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് തോന്നാത്ത എന്താണെന്നറിയോ? ഭരണഘടനാ നിർമ്മാണ സമയത്ത് ഈ സംഘപരിവാറിന്റെ ആളുകളൊന്നും ആ ഭാഗത്തുണ്ടായില്ല.
ഇവർ ഒളിവിലിരുന്ന് ഒറ്റുകൊടുക്കുന്ന നിലപാടിലായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റുകൊടുത്ത് ഷൂ നക്കുന്ന തിരക്കിലായതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണത്തിന്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയതും എന്തുകൊണ്ടാണ് അവരെയൊക്കെ പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ടതെന്നും പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് മന്ത്രിമാരെ ഉണ്ടാക്കേണ്ടതെന്നും ഒക്കെ എഴുതി വെച്ച കാലഘട്ടത്തിൽ ഇവർ ഒളിവിലിരുന്ന് ഒറ്റുകൊടുക്കുന്ന തിരക്കിലായതുകൊണ്ടാണ് ഇവർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റാതിരുന്നത്.